ഇതിൽ കണ്ടിരുന്നു. നല്ല ഒരു കിടിലൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടത്. കാരണം കാടിൻ്റെ നടുവിൽ ഉള്ളിലാണിത്. 50 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഫോറസ്റ്റിൻ്റെ അകത്താണ് ഈ സംഭവം ഉള്ളത്. വില്ലേജ് വൈബ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഇപ്പോൾ നമ്മൾ വയനാടാണുള്ളത്. ഇപ്പോൾ ഇനി മുതൽ യാത്രക്ക് എൻ്റെ കൂടെയുള്ള കാജ ഉണ്ടാവില്ല. വീട്ടിൽ ചെറിയ വിഷയം കാരണം യാത്ര തുടരാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇനി മുതൽ യാത്ര ഞാൻ ഒറ്റക്കായിരിക്കും. ഇപ്പോൾ വയനാടാണ്. ഇനി ഇവിടെ നമ്മൾ കൂർഗിലേക്ക് പോവുകയാണ്. അങ്ങനെ കർണാടകത്തിലേക്ക് നമ്മൾ കുട്ട ബോർഡർ വഴി പ്രവേശിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ ആയിരിക്കും ഈ വീഡിയോ. യാത്ര തുടങ്ങാൻ വേണ്ടി ബൈക്കുമ്പോൾ കയറിയതും മഴ ചാരി തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന വഴിയിൽ ആ കാണുന്ന ഫ്രണ്ടിൽ പോകുന്ന ബൈക്ക് ഒരു മാഷാൻ തോന്നുന്നുണ്ട് അത്. അപ്പോൾ എന്നോട് സ്കൂളിലേറ്റൊന്ന് വരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ കൂട്ടിക്കൊടുത്താണ്. ഏതാണ് സ്കൂളെന്ന് അറിയില്ല, എന്താ സംഭവം എന്നറിയില്ല. പോയി നോക്കുക. ഗുഡ് മോർണിംഗ്. വയനാട്ടിലുള്ള കമ്പർക്കാട് സ്കൂളാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങനെ സ്കൂളിൽ വരുന്ന വഴിക്കാണ് എൻ്റെ കരയിൽ നിന്നുള്ള സ്ഥലത്ത് നിന്ന് കൃഷ്ണനെ കണ്ടുകൊണ്ടുള്ളത്. അപ്പോൾ ബോർഡ് കണ്ടു, ഇന്ത്യ ടു ഓസ്ട്രേലിയ എന്നുള്ളത്. അപ്പം നമ്മൾ സാധാരണ യാത്രകൾ നടത്താറുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു യാത്ര നടത്തുന്നത് ഒരാളെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. നമ്മൾ പല ചാനലിലും പരിപാടികളിലും കാണാറുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും സ്റ്റാഫിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം, കുട്ടികൾക്കൊക്കെ ഒരു പ്രചോദനമാവട്ടെ, ടീച്ചേഴ്സിന് പ്രചോദനമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജീവിതമാവുന്നത്. അപ്പം ഇത്തിരി വലിയൊരു യാത്ര നടത്തുന്ന നിഷാദനെ ഒരു ശുഭയാത്ര നേരുന്നു. യാത്രയിൽ ഒരു പ്രതിസന്ധികളും ഉണ്ടാവാതെ തിരിച്ച് ഓസ്ട്രേലിയ കടന്ന് ഇന്ത്യയിൽ തിരിച്ചെത്താൻ നല്ലവിധ അനുഭവം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മാറ്റണോ അങ്ങോട്ട് നമുക്ക് ഇതിലൂടെ എല്ലാം വിളിച്ചെടുക്കാൻ വേണ്ടി എല്ലാ സാധനം ഉണ്ടല്ലേ, ഓയിൽ എല്ലാം വേണം അല്ലേ, ഓയിൽ സംഭവം. പെട്രോൾ സ്റ്റോക്ക് ചെയ്യാൻ പുറപ്പെട്ടത് മലപ്പുറം തിരൂര്. അല്ലല്ല, ഇത് വെറുതെ ശരി. അതിൻ്റെ ഇടയ്ക്ക് അതെ ഇതിൽ കണ്ടിരുന്നു. കേട്ടാ മതിയാ. അങ്ങനെ നമ്മളെ സ്കൂളിൽ നിന്ന് പോന്നിട്ടാ ആ മാഷിനെ വൈകുന്ന കണ്ടായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു സ്കൂളിലേക്കൊന്ന് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ പോയതായിരുന്നു. അവിടെ ബാക്കിയുള്ള സാറുമാരൊക്കെ പരിചയപ്പെടുത്തി. നല്ലൊരു അടിപൊളി ഒരു അനുഭവമായിരുന്നു അത്. പിന്നെ അവിടെ ഫുഡൊക്കെ ഉണ്ട്, ഫുഡ് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഞാൻ ഓൾറെഡി ഫുഡ് കഴിക്കുന്നത് കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞാണ്. അങ്ങനെ നമ്മൾ പനമരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് മാനന്തവാടി, തോൽപ്പെട്ടി. ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടൊരു അടിപൊളി കാഴ്ചയായിട്ടത്. പുഴയിൽ തടണ കെട്ടിയിട്ട് വെള്ളം ഇങ്ങനെ മറിഞ്ഞ് ചാടാൻ നല്ലൊരു രസമുള്ളൊരു കാഴ്ച. അപ്പോൾ നമ്മൾ വയനാട്ടിൽ നിന്ന് നമ്മൾ തോൽപ്പെട്ടി പോകുന്ന റൂട്ടിൽ വെച്ച് പരിചയപ്പെട്ടാണ് ഈ ചേട്ടനെ. നിങ്ങളുടെ പേരും തീർന്ന് രാജേഷ് ചേട്ടൻ. ഞാനിവിടെ ചായ എടുക്കാൻ കയറിയപ്പോൾ എൻ്റെ ചായൻ്റെ ക്യാഷ് കൊടുത്ത് മുപ്പര് ഇപ്പോൾ കഴിഞ്ഞ മാസം ഇച്ചേക്കിങ് ചെയ്ത് വന്നിട്ടുള്ളൂ അല്ലേ, കാശ്മീർ ഇച്ചേക്കിങ് ചെയ്ത് വന്നിട്ടുള്ളൂ. മുപ്പര് ചായൻ്റെ ക്യാഷ് കൊടുക്കാൻ അയച്ചിട്ട് മുപ്പരെ കൊടുത്ത് ഒരുപാട് സന്തോഷം പരിചയപ്പെടുത്തിയത്. മുപ്പര് പറഞ്ഞത് നമ്മളെ ആഗ്രഹമാണ് നിങ്ങളൊക്കെ സാധിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിനാണ് ഫുഡൊക്കെ എഴുതി തന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ്. എന്തായാലും ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പോയി വരട്ടെ, സന്തോഷമായിട്ട് പോയിട്ടോ. നമ്മളെ രാകേഷ് ചേട്ടന് ഇവിടെ വന്നിട്ട് നമുക്ക് മെഡിസിൻ വാങ്ങി തന്ന് ഇവിടെ വന്ന് വണ്ടിയുടെ ടയർ ബില്ല് കാറ്റ് ബില്ല് ചെയ്ത് തന്ന് അതിനൊന്നും കാശ് കൊടുക്കാനായിട്ടില്ല. അത് കുഴപ്പമില്ല. നിങ്ങളൊരു പണി, ഞാൻ എൻ്റെ നമ്പറാണ് രേഖിച്ച് വിളി, ഒരു മെസ്സേജ് എനിക്ക് അയക്കും. രാകേഷ് ചേട്ടനോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ പോവാണ്. നല്ല ഒരു മനുഷ്യൻ, മൂപ്പര് ഹിച്ച് ഹൈക്കിംഗ് ഒക്കെ ചെയ്ത ഒരാളാട്ടാ. ഇവിടെ തോൽപ്പെട്ടി ഇങ്ങോട്ടാണ് പോകുന്നുണ്ട്, ഇങ്ങോട്ട് തന്നെ. ഇപ്പോൾ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, മുപ്പര് വാട്സപ്പിൽ മെസ്സേജ് അയക്കും. എന്തായാലും ഞാൻ കോണ്ടാക്റ്റ് പോകില്ല. ഞങ്ങൾ 2 പേര് ചേർന്ന് തുടങ്ങിയൊരു യാത്ര. നമ്മൾ 2 ആളിൽ നിന്നുള്ള ഒരു മൈൻഡിൽ ഇങ്ങനെ തുടങ്ങിയ യാത്രയിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ പിന്മാറുമ്പോൾ ഉണ്ടാവില്ല നമുക്കൊരു മടുപ്പ്, ഒരു ചടപ്പ്. ആ ഒരു സംഭവം ഒന്നും നല്ലുണ്ട്. കാരണം അത് സെറ്റാവും, ഒരാഴ്ചയൊക്കെ എന്നാണ് പോയി കിട്ടണം. നമ്മൾ
സംസാരിച്ചൊക്കെ അങ്ങനെ പോയിന്ന ആള് പിന്നെ ബാക്കിൽ ആളില്ലാതാവുമ്പോൾ നമുക്ക് തമിഴ്നാട് ഇറങ്ങി. നിങ്ങളുടെ സ്ഥലമോ? ഇവിടെ തന്നെ. ഇടയിൽ നമ്മളെ വീഡിയോ കണ്ട ഒരാളാണ്, ഇവിടെ തോൽപ്പെട്ടിലാണ്. ഇവരുടെ അങ്ങനെ സംസാരിക്കരുത്. ഞാൻ പറഞ്ഞത് എന്താ പറയുക, നമ്മൾ രണ്ടാൾ പോകാൻ പ്ലാൻ ചെയ്ത് യാത്രയിൽ നിന്ന് ഒരാൾ പെട്ടെന്നാണ് പിന്മാറുമ്പോൾ ഒരു മടുപ്പുണ്ടല്ലോ, ആ മടുപ്പ് ഇന്ന് നല്ലതുണ്ട്. പക്ഷേ നമുക്ക് വൈകുന്നൊക്കെ കിട്ടുന്ന സപ്പോർട്ട് കാരണം നല്ല സപ്പോർട്ടാട്ടോ. നമ്മളെന്താ പറയുക, ഒന്നാമത്തെ വിഷയം നമുക്കിങ്ങനെ സംസാരിച്ച് മിണ്ടി പറയാൻ പോകാൻ ബാക്കിൽ ആളുണ്ടാകുമ്പോൾ വേറെ രസമല്ലേ. ഒന്ന് ഒരു ആഴ്ചക്കാണ്ട് കഴിഞ്ഞാൽ സംഭവം ഇമ്മക്കാട്ട് സെറ്റാവും, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെയാണ്. വന്യമൃഗങ്ങളൊന്നും കാണാൻ ഈ സമയത്ത് സാധ്യതയില്ല. നേരത്തെ പരിചയപ്പെട്ട അവരത് പറഞ്ഞത് പകൽ സമയത്ത് വന്യമൃഗങ്ങളും അല്ലാതെ ഇപ്പോൾ റൂട്ടിലൊന്നും ഉണ്ടാവില്ല, രാത്രിയെല്ലാം ഉണ്ടാവില്ല. എന്തായാലും നല്ല പച്ചപ്പ്, കാടൊക്കെ നല്ല പച്ചപ്പായിട്ടുണ്ട്. യാത്ര ചെയ്യാൻ നല്ല സുഖമുണ്ട്. ചെറിയ രീതിയിൽ തണുപ്പും ഈ കാടിൻ്റെ ഈ സൗണ്ട് ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോകാൻ പറ്റിയ റൂട്ടാണ്. നമ്മളിത് അങ്ങനെ വന്ന സമയത്ത് റോഡ് സൈഡിൽ തന്നെ മാൻകൂട്ടം. പിന്നെ കണ്ട് പേടിച്ചു വിടണം. അങ്ങനെ ഇതാ നമ്മൾ കർണാടകത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് കേട്ടോ. കുട്ട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചൊക്കെ ഇങ്ങനെ മുന്നോട്ട് വന്ന് രണ്ട് സൈഡും കോഫി പ്ലാന്റേഷനാണ്. കാലാവസ്ഥ കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട്. അങ്ങനെ മഴ ചാറിയാണ്ട് നിൽക്കുന്നുണ്ട്. അതാണിപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടില്ല. മഴ ഒരു 5 മിനിറ്റ് ചാറിയാണ്ട് നിൽക്കും, പിന്നെ മഴ ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. നമ്മളിങ്ങനെ പോകുന്ന വഴി ഒരു ബോർഡ് കണ്ട്, ഇർപ്പു ഫാൾസാണ്. അങ്ങനത്തെ ഒരു ഫാൾസ് 3 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് വാട്ടർ ഫാൾസ് ആവും. പോയി നോക്കുക, വെള്ളം ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. നല്ല ഫാൾസാണോ ചെറുതാണോ വലുതാണോ എന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ ബോർഡ് കണ്ടപ്പോൾ ഒന്ന് പോയി നോക്കാന്ന് മാത്രം. ഇതൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് തോന്നുന്നുണ്ട്. ഫുള്ള് ഫെൻസിങ് ആണ്. ഞാനിപ്പോൾ ഇവിടെ ആരും കാണില്ല, പിന്നെ ബോർഡും കാണില്ല. അപ്പം ഞാൻ അവിടെ ചോദിച്ച് ഒരു അമ്മച്ചി നടന്നില്ല. അപ്പം നീക്കടാന്ന് പറഞ്ഞു. താഴത്ത് നിന്നാണ് ആ കാര്യം അർത്ഥം. പോയി നോക്കുക. ഇത്രയൊക്കെ ഓടി വന്നിട്ട് ഫാൾസിൽ വെള്ളം ഉണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ. വലിയ ഫാൾസ് ആണെന്ന് ഒരു ഐഡിയ ഇല്ല. നമ്മളെ ഇടതുഭാഗത്തും വലതുഭാഗത്തൊക്കെ കോഫി പ്ലാന്റേഷനാണ്. ഇപ്പോൾ ഫെൻസിങ് കിട്ടും ചെയ്തിരിക്കണം രണ്ട് സൈഡും. ഒറ്റ മനുഷ്യനായിട്ട് പടച്ച ഇവിടെ ഇല്ല. ഫെൻസിങ് ആണ്. ആന ഉണ്ടാവുമെന്ന് അറിയില്ല. നല്ല മഴ ചാരണമുണ്ട്. ഇവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം ഇപ്പോൾ കുട ചൂടി നിൽക്കാനും പറ്റാത്തൊരു സാഹചര്യമാണ്. ആന വരുമോയെന്ന് അറിയില്ല. അവിടെ എന്താ ചെറിയൊരു കുളമൊക്കെ കാണുന്നുണ്ട്. ഇവിടെയാണ് ഈ ഫാൾസ്. കുറേ താഴേക്ക് നമ്മളിങ്ങനെ ഇറങ്ങി പോന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല മഴ പെയ്ത് ചോർന്ന കേട്ടോ. റോട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ബൈക്ക് അവിടെ പാർക്ക് ചെയ്ത് 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. പോകുന്ന ബൈക്ക് ഇതാ കാട്ടിലൂടെ അങ്ങനെ അരുവി, വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളമാണെന്ന് അറിയില്ല കേട്ടോ. നല്ലൊരു അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. നല്ല ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിട്ടത്. കാരണം കാട്ടിൻ്റെ നടുവിൽ ഉള്ളിലാണിത്. 50 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഫോറസ്റ്റിൻ്റെ അകത്താണ് ഈ സംഭവം ഉള്ളത്. ഒരു ചെറിയ തൂക്കുപാലൊക്കെ ഉണ്ട്. ഒരു അരുവി ഇതതി കൂടി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. നല്ല തെളിഞ്ഞ ശുദ്ധമായ വെള്ളമാണ്. ഈ സൗണ്ട് കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ്. എൻ്റെ കുട ഇതിൻ്റെ അകത്ത് കൊള്ളാൻ സാധ്യത കുറവാണ്. കാരണം കുട അത്യാവശ്യം വലുപ്പമുള്ള കുടയാണ്. കൊള്ളൂല, കുട മടക്കണം.
തൂക്കുപാലത്തിൽ നിന്ന് പറഞ്ഞാൽ കണ്ട അതിൻ്റെ അകത്തുനിന്ന് വരുന്ന വെള്ളം നോക്കുകയാണെ. തൂക്കുപാലൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ നമുക്ക് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇവിടെ ആരും ഇല്ലിട്ട് ഞാൻ ഒറ്റക്കാണ്, ചെറിയൊരു ഭയമുണ്ട്. കാടിൻ്റെ അകത്താണ് ഇത് വരുന്നത്. പക്ഷെ മയത്തുണ്ടല്ലോ നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. കൂടെ ഒരാളുകൂടി ഉണ്ടെങ്കിൽ നല്ല ആസ്വദിച്ച് പോകാൻ പറ്റുമോ എന്നിട്ടത്. അപ്പോൾ നമ്മൾ ഒറ്റക്കായ കാരണം എന്നാലും ഒറ്റക്കാവുമ്പോൾ അതിൻ്റെ ഒരു അഡ്വഞ്ചറിൻ്റെ ഒരു ഫീല് വേറെ ഉണ്ട്. അത് അരുവി കേൾക്കുന്ന സൗണ്ട് മാത്രമേ ഉള്ളൂ ഇവിടെ. അങ്ങനെ നമ്മൾ ഇറുപ്പ് ഫാൾസിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാൾസാണ്, നല്ല ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത്. അടുത്തേക്ക് എത്തിയിട്ടാണ് അതിൻ്റെ കിഡിലൻ ഒരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. ഇറുപ്പ് ഫാൾസ് ഈ ഫാൾസിൽ നിന്ന് വരുന്ന വെള്ളമാണ് നമ്മൾ നേരത്തെ ഒരു തൂക്കുപാലം കണ്ടില്ല, അതിൻ്റെ ഇടയിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. വീഡിയോയിൽ കാണുന്ന പോലല്ല, അത്യാവശ്യം നല്ല ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. പക്ഷെ നല്ലൊരു കിടലിന് സ്പോട്ടിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. കാടിൻ്റെ അകത്തേക്ക് കയറി വരണം. എന്നിട്ട് വരുന്ന റൂട്ട് തന്നെ ഒരു അടിപൊളി വൈബാണ്. ഇവിടെ മുകളിലൊക്കെ ആളുകൾ ഇന്ന് കാണുന്നുണ്ട്. നമുക്ക് മുകളിൽ കയറിയിട്ട് കാണാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. ഇതങ്ങനെ വെള്ളം ഇതിലൂടെ താഴോട്ട് ഒഴുകാണ്. നമ്മൾ മുകളിലൊന്ന് പോയിട്ട് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണാൻ നോക്കാം. ഇവിടെ എന്തോ ഒരു മരത്തിൻ്റെ കൊമ്പൊടിഞ്ഞ് വീണ്ട് വഴി അടഞ്ഞെടുക്കുക കേട്ടോ. പോകാൻ കുറച്ച് പണിയുണ്ടാവും. മുകളിൽ നിന്നുള്ള വാട്ടർഫാൾസിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ വാട്ടർഫാൾസിൽ നമുക്ക് കുളിക്കാൻ പറ്റും. കുളിച്ചിട്ട് ലേഡീസിനൊക്കെ ഡ്രസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇത് അതിനും ഇവിടെ സൗകര്യം ഉണ്ട്. അതാണ് ഈ കാണുന്ന ഈ കൂടാരം. ലേഡീസിന് മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ വന്ന സമയത്ത് ആൾ കുറവായിരുന്നു, പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അങ്ങോട്ട് മുകൾക്ക് പോകുന്നുണ്ട്. ഈ ഫാൾസ് നടന്ന് കയറിയാൽ മുതലാവൂട്ടാ. നല്ല വെള്ളം, നല്ല കണ്ടിരിക്കാൻ രസമുള്ളൊരു സ്ഥലമാണ്. 50 രൂപ ടിക്കറ്റ് എടുത്ത് വന്ന് നടന്നു വന്നാലും കാണാനുള്ള മുതലുണ്ട്. കാരണം കാടിൻ്റെ വൈബ് ആസ്വദിച്ചിട്ട് നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. വെള്ളച്ചാട്ടം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫാൾസാണ്, കണ്ടിരിക്കാൻ രസമുള്ളൊരു ഫാൾസാണ്. വാട്ടർ ഫാൾസൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോകണം. ഇപ്പോൾ മഴ നിന്നിട്ടുണ്ട്. നല്ല വയനാടൊക്കെ വരുന്നവർ നിർബന്ധമായിട്ടും ഈ വാട്ടർ ഫാൾസ് ഒന്ന് കാണണം. ഏകദേശം എനിക്ക് തോന്നുന്നത് കുട്ട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 5-6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മതിയാവും. പിന്നെ മെയിൻ റോട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ, ഏതായാലും ഒരു 10 കിലോമീറ്ററിൻ്റെ അടിയിലാണ് ഈ വാട്ടർ ഫാൾസ് വരുന്നത്. കാരണം വയനാട് കർണാടക ബോർഡറിന് ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് വയനാടൊക്കെ വരുന്നവർക്ക് തീർച്ചയായിട്ടും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. നല്ല കാടൊക്കെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടം ഇങ്ങനെ കണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് വേറൊരു ഫീലാണ്. പ്രത്യേകിച്ച് വരുന്ന സമയത്ത് ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഞാൻ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് ഗൂഗിൾ ചെയ്തിട്ട് കറക്റ്റ് ഞാൻ ദൂരം ഞാൻ പറഞ്ഞുതരാം. നമ്മളിതാ മെയിൻ റോഡിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നല്ല വിഷ്വൽ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ക്യാമറ ഓണാക്കുള്ളൂ. കാലാവസ്ഥ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങോട്ട് പെയ്യുന്നില്ല, ഞാൻ ചാറ് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഗോണിക്കൊപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എന്താണെന്നാ റോഡ് നല്ല ബ്ലോക്കായി കൊടുക്കുന്നുണ്ട്, പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് വണ്ടി വരുന്നില്ല. ഞാനിതാ ഗോണിക്കപ്പിൽ നിന്ന് ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു. അപ്പോൾ നമ്മളെ
ഇതാ വുമൻസ് കിച്ചൺ എന്നുള്ള ഹോട്ടൽ കയറിയാണ്. അപ്പോൾ ഹോട്ടലിൻ്റെ ഓണർ വിനു, ഞാൻ ഫുഡ് കഴിച്ചിട്ട് ക്യാഷ് വാങ്ങിയില്ല എൻ്റെ അടുത്ത് നിന്ന്. കാരണം ഇങ്ങനെ ലോങ് യാത്ര പോകണമല്ലോ, നമ്മളെ എടുക്കട്ടെ പറഞ്ഞിട്ട്. ഇതാണ് ഹോട്ടൽ. നിങ്ങൾ പേരെന്താ? മുസ്തഫ, അനിൽകുമാർ. ഓക്കെ, ശരി, വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ. അവരെല്ലാം പറയുന്നത് എന്താ പറഞ്ഞാൽ അവരൊക്കെ വീഡിയോ കണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നു നമ്മൾ അരീഷ് തള്ളി ചെയ്ത വീഡിയോ ആയിരിക്കാനാണ് സാധ്യത. ഫേസ്ബുക്കിൽ അരീഷ് തള്ളി എന്ന് പറഞ്ഞാൽ യൂട്യൂബറിൻ്റെ വീഡിയോ ചെയ്തിന് 4 മില്യൺ കടന്നിക്കണം ആ വീഡിയോ. അവരാരെങ്കിലും ചെയ്ത വീഡിയോ കാണാനാണ് സാധ്യത. ടി വിയിൽ കണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓണർ പറഞ്ഞത് ക്യാഷ് വേണ്ട, ഇത്രയും വലിയൊരു യാത്രയല്ല, ഞങ്ങളവ ഇരിക്കട്ടെ എന്ന്. ഞാൻ കുറേ കൊടുക്കാൻ നോക്കി, പക്ഷേ മൂപ്പര് വാങ്ങിയില്ല. അവിടെ ഞാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ ടൗണിൽ ഭയങ്കര ബ്ലോക്കിന്ന്. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു 4 നിലയുള്ളൊരു ബിൽഡിങ് 2 നില അടിക്ക് താന്നിക്കണ്. 3 ആളായിട്ട് അതിൻ്റെ അടിയിൽ പെട്ടിക്കണ്. പെട്ടെന്ന് ബിൽഡിങ് താന്നിറങ്ങിയാണ്. അതാണ് അവിടെ അത്ര ബ്ലോക്ക്. ഞാൻ ഈ ഹോട്ടലുകാർ പറയുന്നോട്. ഇവിടെ ഉള്ളവർക്കൊക്കെ മലയാളം അറിയിട്ടാ. മലയാളം എഴുതൂലാന്ന് തോന്നുന്നുണ്ട്, പക്ഷെ മലയാളം എല്ലാവരും നല്ല രീതിയിൽ സംസാരിക്കും. ഒന്ന് നമ്മളെ വയനാടിൻ്റെയും കണ്ണൂരിൻ്റെയും ഒക്കെ അതിർത്തികളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഈ കൂർഗ് ഈ ജില്ല. അതായിരിക്കാം കേരളത്തോട് അടുപ്പുള്ള ജില്ല ആയതുകൊണ്ടായിരിക്കാം അവർക്കൊക്കെ മലയാളം അറിയുന്നത്. ഗോണിക്കപ്പിങ് കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകട്ടെ. 2 സൈഡും നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഇതാണ് കോഫി പ്ലാന്റേഷനാണ്. ഇവിടെ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ആന ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലമാവാനാണ് സാധ്യത. ഇവിടെ ഒരു 10 കിലോമീറ്ററോളം നാഗർഹോളിൻ്റെ ഭാഗമാണ്. നാഗർഹോൾ ടൈഗർ റിസർവിനുള്ള ബോർഡ് അവിടെ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇവിടുന്ന് പരിചയപ്പെട്ട 10 കിലോമീറ്ററോളം ഫോറസ്റ്റാണ് നാഗർഹോൾ ടൈഗർ റിസർവിൻ്റെ ഒരു ഭാഗമാണിത്. ഇവിടുന്ന് നമുക്ക് വല്ല വന്യമൃഗങ്ങളും കാണാൻ പറ്റുമോ? വരങ്ങന്മാർ നിൽക്കണം. എത്രയോ ദൂരം ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ കാണും. നല്ല രസമുള്ളൊരു സിനിമയിലൊക്കെ കാണുന്ന ആ റോഡിൻ്റെ ഒരു ഫീലിട്ടാണ്. പടങ്ങളിലൊക്കെ നല്ല റോഡിൻ്റെ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ അങ്ങനെ കാണിക്കുന്ന വിഷയമില്ല. അതേപോലെ ഇവിടുന്ന് കുത്തനൊരു ഇറക്കമായിരിക്കും. പിന്നെ അവിടേക്ക് ഒരു കാറ്റും. പക്ഷെ നല്ല ലോങ്ങൊക്കെ നേരിട്ട് കാണുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് പേച്ച് റോഡ്. ഞാൻ മാപ്പ് ഇടാൻ നെറ്റും ഇല്ല ഇവിടെ. നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് നമ്മളിവിടെ വന്ന അങ്ങോട്ടാണ് പോകേണ്ടത്. ഞാൻ അങ്ങോട്ട് പോകുന്നു, മൈസൂർ റോഡിന് പോകുന്നു. നമ്മൾ ആ ഫുഡ് കഴിച്ച് അവിടുന്ന് നമുക്ക് പോകേണ്ടത് ലെഫ്റ്റാണ്. ഞാൻ റൈറ്റിൽ പോകുന്നു. അതുണ്ടായത് അത് നേരത്തെ ഞാൻ വഴി ചോദിച്ച ആളിന്ന് അങ്ങനെ വിട്ടിക്കണതേ. ഇവിടെ ബിൽഡിങ് താന്നു തരുന്നില്ല. അത് കാരണം റോഡ് ഫുള്ള് ബ്ലോക്കാണ്. റോഡ് കൂടി വണ്ടി വിടുന്നില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ പോലീസുകാർ ഇവിടുന്ന് വേറെ റൂട്ട് കാണിക്കുന്നു. അവർ പോയി നോക്കുക. നമ്മൾ നേരത്തെ പോയ ഫോറസ്റ്റ് റൂട്ട്, ആ റൂട്ട് വഴി നമുക്ക് മടിക്കേരി പോട്ടെ. പക്ഷെ ഒരുപാട് ചുറ്റി കറങ്ങാമെന്ന് പറഞ്ഞു. ഇതാണ് എളുപ്പം. ഏകദേശം 12 കിലോമീറ്ററോളം നമ്മൾ അങ്ങോട്ട് ഓടി, 12 കിലോമീറ്റർ അങ്ങോട്ട് ഓടി, 25 കിലോമീറ്ററോളം, ഏകദേശം 25 കിലോമീറ്റർ തന്നെ നമ്മൾ എക്സ്ട്രാ ഓടിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഒടുവിൽ വിരാജ്പേട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് മടിക്കേരിക്ക് ഏകദേശം 34 കിലോമീറ്ററാണുള്ളത്. ഇവിടെ അടുത്ത സമയം 5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലം കിട്ടുകയാണെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യണം. ഫോണൊക്കെ ഒന്ന് നോക്കട്ടെ, ആരൊക്കെ വിരാജ്പേട്ട് നല്ല മെസ്സേജ് ശരിയെന്നോ എന്നൊരു സംശയമുണ്ട്. നമ്മൾ വിരാജ്പേട്ടിൽ നിന്ന് മടിക്കേരി പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു സ്റ്റേ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, കുഞ്ഞി മുഹമ്മദ് എന്നറിയുന്ന നാട്ടിലുള്ള. അവൻ്റെ ഒരു ഫ്രണ്ട് UAE കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ അവരിവിടെ സിദ്ധാപുരം കഴിഞ്ഞിട്ട് കുശാൽ നഗറിന് സിദ്ധാപുരിൻ്റെ അടിയിൽ വിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. 33 കിലോമീറ്റർ അവരെ വീട്ടിലേക്ക് ഉണ്ട് ഇവിടുന്ന്. നമുക്ക് മടിക്കേരി പോവുകയാണെങ്കിലും 34 ഉള്ളൂ. പക്ഷേ അവരെ വീട്ടിൽ നിന്ന് പിന്നെ മടിക്കേരിക്ക് 15 വേറെ ഉണ്ട്. അപ്പോൾ എന്തായാലും അവിടെ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് പോകാം. കാരണം പഞ്ചറായിട്ടുണ്ട്. 1 മണിക്കൂർ ഓട്ടം കാണിക്കുന്നുണ്ട്.
ഒക്കെ അയച്ചെന്ന ലൊക്കേഷൻ ഇങ്ങനെ നോക്കി പോവാട്ടോ. നല്ല കവുങ്ങും കാപ്പിയും എല്ലാം കൃഷി നടക്കുന്ന സ്ഥലമാണ്. നല്ല തണുപ്പ്. ഞാനിങ്ങനെ കരുതി ഞാൻ ചുരമൊന്നും കയറിയിട്ടില്ല, പിന്നെ എന്താ അത്ര ഈ തണുപ്പെന്ന്. അപ്പോൾ ഞാൻ ഓൾറെഡി വയനാട്ടിൽ നാളെ ഇങ്ങോട്ട് പോകുന്നിരിക്കണേ, അതിൻ്റെ ഓർമ്മ എനിക്കില്ല. വയനാടിൻ്റെ റൈറ്റിലാളെ എടുക്കണേ. ഞാൻ സിദ്ധാപുരത്തേക്ക് പോണ വഴിയിൽ നമ്മളെ ജീപ്പിൽ വന്നുകൊണ്ട് തടഞ്ഞു നിർത്തി കുറേ ആളുകൾ. ഇവിടെ തന്നെ അല്ലേ? ഓക്കെ ശരി. വർഷക്കാലം ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് എഴുതി നിൽക്കുകയാണ്. ഇവരൊക്കെ നമ്മളെ വീഡിയോ കണ്ടിക്കണേ, ഇൻസ്റ്റയിലുള്ള വീഡിയോ ആണ് കണ്ടിക്കണത് കേട്ടോ. വീഡിയോ കണ്ടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ അടുത്തേക്ക് വരണം. അങ്ങനെ തടഞ്ഞു നിർത്തി ഫോട്ടോ എടുത്ത്. നമുക്കെന്താ പറയുക, നമുക്ക് ഇങ്ങനെ ഈ ചില സമയത്ത് നമുക്ക് യാത്ര ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള മാറ്റി വരുന്നു. ആ സമയത്താവും ഇവരെ ഇങ്ങനെ വന്നിട്ട് നമ്മളെ കൂടെ ഫോട്ടോ എടുക്കൽ ഇതൊക്കെ നമുക്കൊരു എനർജി വേറെയാണ്. ഇപ്പം അങ്ങനെ ക്ഷീണമുള്ള സമയമൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ നല്ല കാലാവസ്ഥയും നമുക്ക് സ്റ്റേയും കിട്ടി, എല്ലാം കൊണ്ടും സെറ്റാണെന്ന്. ഡെയിലി ഇടും. നെറ്റിൻ്റെ വിഷയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇടാൻ പറ്റില്ല. ಫಾಲೋ ಆಗಿದೆ, ಪುನಃ ನೀವು ಫಾಲೋ ಮಾಡಬೇಕು. ಸಿದ್ಧಾರಣ ഓക്കെ. ಹಾಸ್ಟೆಲ್ നമുക്ക് നല്ല സപ്പോർട്ടാട്ടെ യാത്രക്ക്. ഞാൻ വീഡിയോ എടുക്കാതെ ഫോട്ടോ എടുത്ത് പോയത് ഒരുപാടുണ്ട്. നല്ല സപ്പോർട്ട് തരണം, നല്ല സപ്പോർട്ടാണ്. ഇനി ഒന്നും എടുക്കണമെങ്കിലും വണ്ടിയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചാറുണ്ടാ പോണത്. ഇന്നിൻ്റെ യാത്ര ഒരുപാട് സമയം പോയതും അങ്ങനെയാണ്. ഒരുപാട് ആളുകൾ നിർത്തി വിവരങ്ങൾ ചോദിച്ചാറുണ്ട്. നമുക്ക് സ്റ്റേ കിട്ടി. അവിടുന്ന് ആൾ വിളിച്ചിരുന്ന് ഇരുട്ടാവാൻ നിൽക്കേണ്ട, പെട്ടെന്ന് വരണം, കാരണം അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ആനശല്യം ഉള്ളതാണൊക്കെ പറഞ്ഞു. ഏകദേശം അടുത്തെത്താനായിരിക്കുന്നത്. ഇവിടുന്ന് 4-5 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. ആ ലോറിക്കാരൻ നമ്മളെ വീഡിയോ കണ്ടിട്ടുണ്ട്, നിർത്തി ഫോട്ടോ എടുത്തിക്ക്. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പാട്ടാ. ഈ കോഫി പ്ലാന്റേഷനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാൻ. അതിൻ്റെ അടിയിൽ ഓരോ മരങ്ങൾ വെച്ചിട്ട് അതിമ കുരുമുളക് വള്ളിയൊക്കെ ഇങ്ങനെ വിട്ടിട്ട് ഈ സൗണ്ട് തന്നെ കേൾക്കാൻ എന്ത് രസം എന്നറിയാം. ആ കാടിൻ്റെ ആ ഫീൽ ഇങ്ങനെ കിട്ടുന്ന സൗണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ടിൽ പോണ ബൈക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. ആനൊക്കെ ഇറങ്ങുന്ന സ്ഥലം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇതാ ഞാൻ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലത്ത് എത്തിയിട്ട് കണ്ടക്കര എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്, ഒരു ഫാറൂഖ്. നിങ്ങളുടെ പേരെന്താ? സുഹൈൽ. ഇവിടെ എല്ലാവരും മലയാളം അറിയുന്ന ആളുകളാട്ടോ. അപ്പോൾ എന്താണ് മലപ്പുറത്ത് നിന്നൊക്കെ വന്ന ആളുകളാണ് പറഞ്ഞത്. ഫുള്ള് മലയാളം, നമ്മളെ നാട്ടിൽ ചെന്ന മാതിരി എല്ലാവരും. ചെറിയൊരു ടൗണ്. കർണാടകത്തിലാണ്. നിങ്ങളെ സ്ഥലം എവിടെ? അത് പിന്നെ കുറ്റിപ്പുറം. നിങ്ങൾ പെരിന്തൽമണ്ണ. ഇവര് പെരിന്തൽമണ്ണ, കായക്കോട്. ഇവിടെ ഇങ്ങനെ വന്ന് ഈ ടൗണിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ മലപ്പുറത്ത് നടക്കുന്നവർക്ക് ഫുള്ള് മലയാളം ഇങ്ങനെ കേൾക്കാം. എല്ലാ സ്ഥലത്തുനിന്നും ഒക്കെ അവിടുന്ന് വന്ന് ഇവിടെ വന്ന ആളുകളല്ലേ. ഇവിടെ വന്ന് ഇവരെല്ലാം വന്നിക്കണ്. ഇവരെ വെല്ലിപ്പാർ ഇവിടെ വന്ന് കൂടിയാലേ സെറ്റായതാ. ഇവിടേക്ക് പണിക്ക് വന്ന് കയറിയതാണ്. അവിടെ നാട്ടിൽ നിന്ന് പണിക്ക് കയറിയതാണ്. അങ്ങനെ പിന്നെ ഇവിടെ തന്നെ സെറ്റായി. ഇവിടെ ഉള്ളവർ ഇവിടെ ഇല്ല. അപ്പോ
ഇവിടുന്ന് പോയി നിങ്ങൾ വന്നാരേ കണ്ടല്ലേ ഇവിടുത്തെ ആൾക്കാരൊക്കെ ബാംഗ്ലൂരും ഔട്ട് ഓഫ് കൺട്രി ഇല്ല ഇവിടുത്തെ ആൾക്കാർ കേരളത്തൊക്കെ ബംഗാളികൾ വന്നില്ലേ ആ കണ്ടീഷനെ അങ്ങനെ സെറ്റായി പോയതാണ്. കുഞ്ഞാലിന്റെ ഫ്രണ്ട് ഫാറൂഖിന്റെ വീട്ടിലാണ് നമ്മളുള്ളത്. ഇത് ജ്യേഷ്ഠനാ, മൂത്ത ജ്യേഷ്ഠനാ. നിങ്ങള് രണ്ടാമത്തെ ജ്യേഷ്ഠൻ. ഇവരെ മകന് ഇവരെ നിങ്ങളാണ് മാറിപ്പോയി വേറെ വീടുണ്ടാക്കി. അല്ലല്ല വീട് ചപ്പാത്തിയും പത്തിരിയും എന്തോ ദോശയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ മലപ്പുറട്ടാ, ഇവരൊക്കെ പെരിന്തൽമണ്ണ മലപ്പുറാണ്. ഈ ഇവിടെ ഞാൻ ഒന്ന് സത്യം പറഞ്ഞ അങ്ങനെ പ്രതീക്ഷിക്കും മലയാളം പറയുന്നൊക്കെ ഇതായിരുന്നു. പക്ഷെ ഇത്രത്തോളം വേറെ നമ്മുടെ നാട്ടിലെ അങ്ങാടിയിൽ നടക്കണമായിരുന്നു ഫുള്ള് മലയാളം എല്ലാവരും പറഞ്ഞത്. മണ്ണാർക്കാട് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഉറങ്ങാൻ നിൽക്കുകയാണ്. നാളെ നമ്മൾ മടിക്കേരി ഒരു ഫാൾസ് ഉണ്ട്, ഇവിടെ അടുത്തൊരു മൊണാസ്ട്രി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ചിക്കമാംഗ്ലൂർ പോകും. അപ്പോൾ അവിടുത്തെ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.